നീ എന്താ പ്രാക്ടീസിന് വരാഞ്ഞേ? ചോദിച്ചു കേട്ടില്ലേ എന്താ പ്രാക്ടീസിന് വരാഞ്ഞേന്ന്? എനിക്ക് വരാൻ തോന്നിയില്ല, അത്ര തന്നെ. ഓ, അപ്പോൾ ഇപ്പോൾ സ്വയം തീരുമാനമൊക്കെ എടുക്കാൻ തുടങ്ങിയോ? ജീവിതത്തിൽ എങ്ങും എത്താത്തതിൻ്റെ ദേഷ്യം മൊത്തം പിള്ളേരുടെ മെക്കിട്ട് തീർക്കുന്ന ഒരു ടീച്ചറിൻ്റെ വാക്ക് കേൾക്കുന്നതിലും ഭേദം സ്വയം അങ്ങ് തീരുമാനിക്കുന്നതെന്ന് തോന്നി. ഇനി എൻ്റെ കൺമുന്നിൽ കണ്ടുപോരുത്, മനസ്സിലായോ? ഹലോ 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 ബെൻ, എന്താ മാഡം, ആകെ ഗൗരവത്തിലാണല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല. ബെൻ, ശിവ, അഞ്ജു എന്തെല്ലാം കാര്യങ്ങളായി തലയിൽ കിടന്ന് ഓടുന്നത്. അഞ്ജു ഒരു കൊച്ചു കുട്ടിയാണപ്പാ. ഈ ആവശ്യമില്ലാത്ത ബന്ധത്തിലൊക്കെ പോയി പെട്ടാൽ അതവളുടെ ഭാവിയെ ബാധിക്കും. ഇതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള മെച്യൂരിറ്റി ആ കുട്ടിക്കില്ല. ഞാൻ പറഞ്ഞ്. അപ്പോൾ പ്രേമം ഒരു അത്ലറ്റിൻ്റെ ഭാവിയെ ബാധിക്കുമെന്നൊക്കെ മോക്ക് തോന്നി തുടങ്ങിയല്ലോ. അത് കൊള്ളാം. ഇത് ഞാൻ ഒരിക്കലും അപ്പയോട് ചോദിച്ചിട്ടില്ല. ബെന്നുമായിട്ട് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അതൊരിക്കലും എതിർത്തിട്ടില്ല. അത് ശരിക്കും ബന്ധം ഇഷ്ടമായതുകൊണ്ടാണോ അതോ ഇനി എന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണോ? എൻ്റെ കരിയറൊക്കെ മാറ്റിവെച്ച് ബെന്നുമായിട്ടുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ ഒതുങ്ങിപ്പോയത് അപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമായിട്ടില്ലെന്ന് എനിക്കറിയാം. പക്ഷേ അപ്പല്ലാതെ ഒറ്റയ്ക്ക് അപ്പല്ലാതെ അതൊന്നും നേടാൻ പറ്റുന്ന എനിക്ക് തോന്നിയില്ലപ്പ. ആഗ്രഹിച്ചതൊന്നും എന്നെ കൊണ്ട് നേടാൻ പറ്റിയില്ലപ്പ. ഒന്നും ഞാൻ തോറ്റുപോയപ്പ. ഞാൻ തോറ്റുപോയി. ഹലോ, ഒന്നുമില്ല. ടീച്ചറെ, വരൂ, അകത്തേക്ക് ഇരിക്കാം. അത് കുഴപ്പമില്ല ടീച്ചറെ. ഞാൻ ഈ വഴി വന്നപ്പോൾ ടീച്ചറിനെ ഒന്ന് കണ്ടൊരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. എന്തു പറ്റി? അല്ല, ഞാൻ ആദ്യം ടീച്ചറെ കാണാൻ വന്നത് അഞ്ജുവിനെ ടീമിൽ നിന്ന് ഒഴിവാക്കണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ വന്നത് അഞ്ജുവിനെ ടീമിലേക്ക് തിരിച്ചെടുക്കണമെന്ന് പറയാൻ വേണ്ടിയാ. കഴിഞ്ഞ ദിവസം സ്കൂളിൽ നടന്നതൊക്കെ അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, പറ്റിപ്പോയി. അവളുടെ പ്രായം അതല്ലേ ടീച്ചറെ. അവളെ ഒഴിവാക്കിയാൽ അതവൾക്ക് സഹിക്കാൻ കഴിയില്ല. അത്രയ്ക്കിഷ്ടമാണ് അവൾക്ക് ടീച്ചറെ. അറിയാതെന്തെങ്കിലും അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടീച്ചർ അവളോട് ക്ഷമിക്കണം. അയ്യോ, അവള് ഭയങ്കര ദുർവാശിക്കാരിയാ. ഞാൻ എന്തെങ്കിലും ഒന്ന് എതിർത്ത് സംസാരിച്ചാൽ അന്ന് അവൾ എന്നെ ഒരു ദിവസം പട്ടിണിക്കിടും. അവളുടെ മുഖമൊന്ന് വാടിയാൽ എൻ്റെ മനസ്സിൽ ഭയങ്കര വെപ്രാളവാ. ഈ കായലിൽ നിന്ന് പിടിച്ചിട്ട മീനിനെ പോലെ. ഒരുപാട് നാളുകൾക്ക് ശേഷം ഈ അടുത്താണ് അവളുടെ മുഖം ഇത്രയേറെ സന്തോഷത്തിൽ കണ്ടത്. അതിലെനിക്ക് ടീച്ചറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഇത് പറയാൻ വേണ്ടി ഇത്രയും ദൂരത്തുനിന്ന്. ഞാനും ഒരു അച്ഛനല്ലേ ടീച്ചറെ. മോടെ കണ്ണീര് കണ്ടു നിൽക്കാൻ പറ്റാത്തൊരച്ഛൻ. ഈ വാശി കൊണ്ട് ആരെയാ നീ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്? നോക്കഞ്ചു, എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പക്ഷെ നിന്റെ കാര്യം അങ്ങനെയല്ല. ആലോചിച്ച് നോക്ക്. ഈ വാശിയൊക്കെ ഇവിടെ കഴുകിക്കളഞ്ഞ് പ്രാക്ടീസിന് വാ.
സ്റ്റേറ്റ് ചാമ്പ്യൻസ് ആവാൻ വേണ്ടി നമ്മൾ ഇനി ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട്. ഇന്നു മുതൽ നമ്മൾ കുറച്ച് പുതിയ സ്കിൽസ് ആയിരിക്കും കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത്. പോൾ ഡൈവിംഗ് അങ്ങനെ പലതും. അപ്പൊ തുടങ്ങല്ലേ? എന്നാ പിന്നെ ആദ്യം തന്നെ ഒരു 5 റൗണ്ട് ഓടിക്കോ. ഇതാണോ നിന്റെ കോൺസെൻട്രേഷൻ? പോയി 5 റൗണ്ട് ഓട്. മോള് പേടിച്ചോ? നന്നായി. അമ്മമാരുടെ വിചാരം ഇതുകൊണ്ടൊക്കെ എൻ്റെ കുഞ്ഞിനെ പേടിപ്പിച്ച് കളയാമെന്നാ. ഇവർക്ക് എന്താ വേണ്ട അപ്പ? അപ്പ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അപ്പ കുടിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാ തെളിവും എൻ്റെ കയ്യിലില്ലേ? ഹോസ്പിറ്റലിലെയും പോലീസ് സ്റ്റേഷനിലെ എല്ലാം. ഞാൻ നിന്റെ ജീവിതത്തിലെ സമാധാനം കളഞ്ഞു. മോളുറങ്ങിക്കൂ. എന്നിട്ട് അപ്പം പോകുന്നുള്ളൂ. നാളെ രാവിലെ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോകാനുള്ളതല്ലേ. ഈ കല്ലുകൾ കൊണ്ട് ഇവിടുത്തെ ചില്ലുകൾ തകർക്കാം. പക്ഷേ എൻ്റെ മോള് മുറുകെ പിടിക്കുന്ന ആ സത്യമുണ്ടല്ലോ, അതിനൊന്ന് തൊടാൻ പോലും പറ്റില്ല. ആ സത്യം എന്നും ഒരു കാവൽ മാലാകയായി നിന്നോടൊപ്പം ഉണ്ടാവും. ഉറങ്ങിക്കോ എൻ്റെ മോൾ, ഉറങ്ങിക്കോ.